വടകര UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ കോഴിക്കോട്ട് മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. തത്സമയം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരെ ഇല്ലാതാക്കുന്ന സമീപനത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതാര് ചെയ്താലും ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നുമില്ല. അങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾ കേരളത്തിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്മുടെ വയനാട് സ്ഥാനാർത്ഥി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഞങ്ങൾ പറയുന്നത് അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കണം എന്ന് ഞങ്ങൾ പറയും. ഈ ഒന്നാമത്തെ ഞങ്ങളുടെ ലക്ഷ്യം അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് ആണെങ്കിൽ കേരളത്തിന്റെ വികാരം അക്രമ രാഷ്ട്രീയത്തിനെതിരാണ്. നമുക്ക് വലിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായിട്ട് പോരാടണം, അല്ലാതെ ആയുധമെടുത്ത് പോരാടാൻ പാടില്ല. മാത്രമല്ല, ലോകം മുഴുവൻ ഈ ഹൈടെക് വികസനത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ ഇപ്പോഴും പ്രാകൃതമായിട്ടുള്ള രീതിയിൽ അറവുമൃഗങ്ങളെ വെട്ടുന്ന പോലെ മനുഷ്യനെ വെട്ടുന്ന ഒരു ഹീനമായിട്ടുള്ള പ്രവൃത്തി. ദൗർഭാഗ്യവശാൽ അതിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴാ നയം മാറിയിട്ടില്ല. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നാണ് അവരുടെ ആശയം. സത്യത്തിൽ രാഷ്ട്രീയത്തിൽ ശത്രുക്കളുണ്ടോ? ആശയപരമായിട്ടുള്ള പോരാട്ടത്തിൽ ശത്രുപക്ഷത്ത് നിൽക്കുകയായിരിക്കും. എന്തുകൊണ്ടാണ് ശത്രുപക്ഷത്തിൽ? ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം. തങ്ങളുടെ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, മത്സരം വ്യക്തികൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലാണ്. അപ്പൊ അങ്ങനെ ഒരു അക്രമ രാഷ്ട്രീയം, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാവരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് വടകരയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നിരപരാധികളുടെ രക്തം വീണ മണ്ണാണ്. ആര് മരണപ്പെട്ടാലും അതിന്റെ അന്തിമമായിട്ടുള്ള ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ കുടുംബാംഗങ്ങൾക്കാണ്, ഏത് പാർട്ടിയാണ്. പക്ഷെ ഇപ്പോഴും ഈ കൊലപാതകങ്ങൾ തുടരുക. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, പല കൊലപാതകങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള പല അന്വേഷണങ്ങളും നടക്കുന്നില്ല. ഇപ്പോൾ ഷുഹൈബിന്റെ അടുത്ത കാലത്ത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ അന്വേഷണം എവിടെ എത്തുന്നില്ല. TP ചന്ദ്രശേഖരൻ UDFന്റെ കാലത്തായതുകൊണ്ട് ശക്തമായിട്ടുള്ള കേസും കാര്യങ്ങളും എടുത്തു. പിന്നീട് ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായ ഒരു കൊലപാതക കേസുകളിലും ഒരു നടപടിയും ശക്തമായിട്ട് എടുത്തിട്ടില്ല. എന്തിനധികം പറയുന്നു, SFI കാരനായിട്ടുള്ള അഭിമന്യു മരണപ്പെട്ടതിനെ കുറിച്ച് പോലും ഒരു ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ്. 3-10 വർഷക്കാലത്തെ അവിടുത്തെ MP ആയിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ വടകരയിൽ, അതായത് ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ MP-മാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതാത് നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ അത് ആ വികസന അജണ്ടയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണം ഞങ്ങൾ നടത്തി. ഇത്രയുമാണ് ഈ ഇലക്ഷനിൽ ഐക്യജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള നിലപാടുകളെന്ന് പറയും. ഈ നിലപാടുകളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൗർഭാഗ്യവശാൽ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊന്നും പറയാനില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 33-ാമത്തെ വയസ്സിൽ കേട്ട ഒരു തുരുമ്പെടുത്ത ഡയലോഗ് മാത്രമേ ഇപ്പോഴും അവർക്കുള്ളൂ. അതാണ് കോലീബി. അത് മുമ്പ് 1960-ൽ കോൺഗ്രസും ലീഗും PSPയുമായിട്ട് ഒരു പരസ്യമായിട്ടുള്ള സഖ്യാണ് ഉണ്ടായത്. അന്ന് ആ മുന്നണീനെ വിളിച്ച പേരാണ് കോലി പി.
അത് വിളിച്ചതും ഈ കോഹ്ലിയും ഇപ്പൊ വിളിക്കുന്ന ആൾക്കാർ തന്നെയാണ്. കുറെ കൂടെ കഴിഞ്ഞ് 60-ൽ നിന്ന് 91-ലെത്തിയപ്പോൾ കോഹ്ലി പി എന്ന് പറഞ്ഞു. ഇപ്പോഴും ആ പിയിൽ തന്നെ നിൽക്കുക. ഞങ്ങൾ പറയുന്നു മാബി എന്നാണ് ഞങ്ങൾ തിരിച്ചു പറയുന്നത്, മാർക്സിസ്റ്റ് BJP സഖ്യം. അപ്പോൾ ഇന്നലെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു. ഈ പറഞ്ഞ പോലെ വടകരയിലും കോഴിക്കോടൊക്കെ അങ്ങ് ഞങ്ങളെ ജയിപ്പിച്ചിട്ട് തിരുവനന്തപുരത്ത് എല്ലാവരും ചേർന്ന് കുമ്മനത്തിനെ ജയിപ്പിക്കാൻ പോവാണ്. ഞാൻ തിരുവനന്തപുരത്തെ ഒരു വോട്ടർ എന്നുള്ള നിലയിലും ആ ജില്ലയിലെ പാർലമെന്റിലെ ഒരു MLA എന്നുള്ള നിലയിലും എന്നോട് ഇലക്ഷന്റെ തുടക്കത്തിൽ അതിനൊക്കെ വടകരയിലേക്ക് വരുന്നതിൻ്റെയൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് നിങ്ങൾ മാധ്യമക്കാർ ചോദിച്ചു മത്സരം ആര് തമ്മിലാണ്. ഞാൻ പറഞ്ഞു LDFും UDFും തമ്മിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. BJPക്ക് ഈ മത്സരത്തിൽ സ്പേസ് ഉണ്ടാവരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞതായിട്ട് അന്ന് പല ചാനലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ മുന്നണിയുടെ കൺവെൻഷൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഒരു വിശ്വപൗരനും ഒരു സന്യാസിയും തമ്മിലാണ് മത്സരിക്കുന്നത്. വിശ്വപൗരൻ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ച് ശശി തരൂരിനെ. സന്തോഷം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അധികം നല്ലൊരു വാക്കുമാണ്. സന്യാസി എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ സാധ്യത കുമ്മനത്തിനാണ്. അപ്പോൾ കുമ്മനവും UDFും തമ്മിലാണ് മത്സരം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കയറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ ഞങ്ങളും UDFും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞുകൂടെ? എങ്കിൽ ഞങ്ങളത് ശരിവെക്കുകയായിരുന്നല്ലോ. ഞങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം അഖിലേന്ത്യാ തലത്തിൽ അവരുമായിട്ട് ഞങ്ങൾക്ക് ഒരിടത്തും സഖ്യം ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കേരളത്തിലും മത്സരം UDFും LDFും തമ്മിലാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ മുഖ്യമന്ത്രി അവരുടെ മുന്നണിയുടെ യോഗത്തിൽ പറയുന്നു വിശ്വപൗരനും സന്യാസിയായിട്ടാണ് മത്സരം. പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം ഞങ്ങൾ പറയാം. 1999 ഞാൻ കോഴിക്കോട് മത്സരിക്കുമ്പോൾ അന്ന് തിരുവനന്തപുരത്ത് ഞങ്ങൾ ശ്രീ VS ശിവകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അന്ന് കേട്ട ആരോപണം കോഴിക്കോടും മുകുന്ദപുരത്തും ജയിക്കാൻ എട്ടും പൊട്ടും തിരിയാത്തൊരു പയ്യനെ രാജഗോപാലിനെതിരായിട്ട് നിർത്തി. ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എട്ടും പൊട്ടും തിരിയാത്ത പയ്യനെന്ന് വിളിച്ച് ആക്ഷേപിച്ച ശിവകുമാറാണ് ഒന്നാമത് വന്നത്. രാജഗോപാലും 3-ാം സ്ഥാനത്തേക്ക് ആവുന്നത്. കണിയാവൂരൻ രാമേന്ദ്രനാണ് 2-ാം സ്ഥാനത്ത് വന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസിന് എല്ലാ കാലഘട്ടങ്ങളിലും അവിടെ BJP ഉണ്ടായ കാലം മുതൽ 2 ജില്ലകളിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത്. ഒന്ന് കാസർഗോഡ്, 2 തിരുവനന്തപുരം. 1987 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അവർക്ക് വോട്ട് കിട്ടിയ നിയോജക മണ്ഡലങ്ങൾ അന്ന് തിരുവനന്തപുരം നോർത്തും ഈസ്റ്റുമായിരുന്നു. ഈ കുമ്മനം 2-ാം സ്ഥാനത്ത് വന്നു. അപ്പൊ അത്രയൊരു ശക്തിയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭയിലും ശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ് ഞങ്ങള് BJPനെ തോൽപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചത് BJPയെ തോൽപ്പിച്ചിട്ടാണ്. K. മുരളീധരൻ കോഴിക്കോട്ട് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. പരാജയപ്പെടുത്തി